നമ്മളിപ്പോൾ ഒരു അടിപൊളി സ്ഥലത്ത് വന്നിട്ടുണ്ട്. കിടിലനൊരു കടൽ തീരമാണ്. ഭയങ്കര രസമല്ലേ, നല്ല വ്യൂ അല്ലേ പുറത്ത് നോക്കുമ്പോൾ. മുംബൈയിലെ ഏറ്റവും മനോഹരമായ കടൽ തീരങ്ങളിൽ ഒരെണ്ണമാണ്. ദേ പിന്നെയും ഇയാൾ വന്നേക്കുന്നു ഒരു കടലിൻ്റെ വിഷ്വലും കാണിച്ചിട്ടെന്ന് പറയണ്ട. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ആരുടെ വീടിൻ്റെ മുമ്പിലാണെന്നറിയോ? മന്നത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഷാരൂഖ് ഖാൻ്റെ വീടാണ് മന്നത്ത് എന്നെല്ലാവർക്കും അറിയാം അല്ലേ? ഞാൻ എപ്പോൾ വരുമ്പോഴും ഷാരൂഖ് ഖാൻ്റെ ഈ വീടിൻ്റെ മുന്നിൽ ഒരു 10-100 പേര് എന്തായാലും ഉണ്ടാവും. പുള്ളീനെ വരെ നോക്കി കാണാൻ പറ്റുമോ, പുള്ളി പുറത്തിറങ്ങുമോ എന്നൊക്കെ നോക്കിയിട്ട്. അടിപൊളി അല്ലേ? പുള്ളിയുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനങ്ങളിൽ ഒരാളായി നമ്മളുമുണ്ട് ഇന്ന്, പുള്ളിയുടെ വീടൊക്കെ ഷൂട്ട് ചെയ്തിട്ട്. നമ്മളപ്പോൾ അങ്ങനെ എത്തി നോക്കും, പുള്ളി അവിടെ എങ്ങാനും നമ്മൾ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ നോക്കാനായിട്ട്. എവിടെ അവിടെ ഫ്രണ്ടിലൊരു ഇത് കണ്ടോ? ഇവിടെയാണ് പുള്ളി ബർത്ത്ഡേസിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പുള്ളി വന്നിങ്ങനെ നിൽക്കും, എല്ലാവരും വിഷ് ചെയ്തുകൊണ്ട്. അന്ന് ആയിരക്കണക്കിന് ജനങ്ങളുണ്ടാവും ഇതിൻ്റെ മുൻപിൽ. അതൊരു അനുഭവമാണല്ലേ? അതായത് നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയിൽ നമ്മുടെ കിങ് ഖാൻ്റെ വീടിൻ്റെ മുന്നിൽ പുള്ളിനെ വെച്ചൊരു സിനിമ എപ്പോഴെങ്കിലൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആഗ്രഹങ്ങൾക്ക് കഴിഞ്ഞാണ് രണ്ട് കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? നടത്തിയെടുക്കാൻ പറ്റുക എന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. ദിസ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് ഏരിയ ഇൻ മുംബൈ. പ്രമുഖമായ താരങ്ങൾ ഒത്തിരി ഉണ്ട് ഈ ഏരിയയിൽ. ഭയങ്കര രസമുള്ള ഒരു മനോഹരമായ സ്ഥലമാണ്. നേരെ താജ്, ഈ റോഡിലൂടെ നേരെ കയറി താജിൻ്റെ മറ്റൊരു ഭാഗത്തെത്താം. പിന്നെ ഇവിടുത്തെ ഈ കാണുന്ന ഇവിടെ കടലിൻ്റെ ഭംഗി എന്നൊക്കെ പറയുന്നത് ഒരു വേറിട്ട ഒരു ഫീലാണ്. നമുക്ക് എവിടെ പോയാലും ഇങ്ങനെ പ്രാവിൻകൂട്ടി തന്നെ കിട്ടും അല്ലേ? അപ്പം നമുക്ക് പതിയെ പുള്ളിയുടെ വീടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കടലിൽ എങ്ങനെ കാണാൻ പറ്റും എന്നുള്ള ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ പതിയെ കടലിൻ്റെ ആ തീരത്തിലേക്ക് ഇറങ്ങും. പറയാൻ പറ്റില്ല കേട്ടോ, രാത്രി ചിലപ്പോൾ 2-3 മണിക്കൊക്കെ ചിലപ്പം ഈ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പുള്ളി പുറത്തിറങ്ങി നിൽക്കണ്ടാവും. കാശ് കൂടുമ്പോൾ പ്രൈവസി നഷ്ടപ്പെടും എന്നൊരു വാസ്തവം നിലനിൽക്കും. നല്ല രസമുണ്ടല്ലേ? ഇപ്പോൾ ഒരു 3-4 മണി ആയിട്ടുണ്ട് കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട്. വെള്ളി വീണ് കിടക്കുന്ന പോലെ കടലിലേക്ക്. എന്ത് മനോഹരം! സാധാരണ കടലിൽ നമ്മൾ മറ്റേ മണലല്ലേ കാണല്, ഇത് ഫുൾ പാറയാണ് ഇവിടെ നിന്ന് പോലെ അറ്റം വരെ. നമുക്ക് ഈ കടൽ തീരം ഏതൊക്കെയോ പാട്ട് സീക്വൻസിൽ കണ്ട ഓർമ്മകളുണ്ടല്ലേ? ഹിന്ദി പടത്തിൽ, പഴയ ഹിന്ദി പടത്തിലൊക്കെ എവിടെയൊക്കെയോ കണ്ട പോലെ ഉണ്ട് ഈ ഏരിയ. ഭയങ്കര രസമാണല്ലേ? ഈ സ്ഥലങ്ങൾക്കൊക്കെ എത്രമാത്രം കഥകൾ പറയാനുണ്ടാവും അല്ലേ? ഈ സമയത്ത് ഇത്ര ആൾക്കാർ, ഇത് വീക്കെൻഡ് ഒന്നുമല്ല കേട്ടോ, ബുധനാഴ്ച ദിവസമാണ്, വീക്ക് ഡേയ്സ് ആണ്. ഇത് ഒരു അടാറ് പരുന്ത് പറക്കുന്നുണ്ട്. കിട്ടുമോ നോക്കട്ടെ അവൻ്റെ ഫ്രെയിമിൽ. കിട്ടുന്നുണ്ട്, ഫോക്കസ് ഇങ്ങനെ പോകുന്നുണ്ട്. നോക്കട്ടെ ഫോക്കസ് ജസ്റ്റ് ഫോക്കസ് ഔട്ടായി പോയി. കിട്ടി, പോയി. അവൻ്റെ ട്രാക്ക് പിടിക്കാൻ പറ്റുന്നില്ല, നല്ല ദൂരത്തിലാണ്. പിന്നെ വെച്ചാൽ നമ്മൾക്ക് ഒരു പ്രശ്നം, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ സൂം ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല, കാരണം ക്വാളിറ്റി ഒത്തിരി നഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമുക്കൊരു 2.6x അതിന് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മൾ വെളുപ്പിന് ഒരു 4:30 മണിക്കൊക്കെ ഇവിടെ വന്നിരുന്ന് കടലിൻ്റെ ഒരു ഇളങ്കാറ്റൊക്കെ കൊണ്ട് ഒരു ഡേ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു സുഖം പറഞ്ഞാൽ കിട്ടുമോ? അനുഭവിച്ചാലല്ലേ കിട്ടുള്ളൂ. കളാം. അപ്പം നമ്മൾ മന്നത്ത് കണ്ടു, ഷാരൂഖ് ഖാൻ്റെ വീട് കണ്ടു, കറങ്ങിത്തിരിഞ്ഞ് ബാന്ദ്രയിൽ എത്തിയ ഒരു സർപ്രൈസ് പ്ലേസാണ്.
എനിവേ നമ്മളിനി നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു.